സുഹൃത്തുക്കളെ നമസ്കാരം. നമ്മൾ കഴിഞ്ഞ ദിവസം കണ്ടതാണ് നമ്മുടെ താമരശ്ശേരി എന്ന് പറയുന്ന സ്ഥലത്ത് നമ്മുടെ ഒരു ഷഹബാസ് എന്ന് പറയുന്ന കുഞ്ഞനുജനെ അവരുടെ സമപ്രായത്തിലുള്ള കുറച്ച് ചെറ്റകൾ ചേർന്ന് കൊല്ലുകയും അതിനുശേഷം അവന്മാർക്ക് ജുവനൈൽ ഹോമിലേക്ക് അവന്മാരെ മാറ്റുകയും അവർക്ക് പരീക്ഷ എഴുതാൻ വരെ സംവിധാനം ഒരുക്കി കൊടുക്കുന്ന നമ്മുടെ സർക്കാരിനെ പോലീസിനെയൊക്കെ നമ്മൾ കണ്ടതാണ്. നമുക്കറിയാം, ഒരു പരീക്ഷയ്ക്ക് കോപ്പി അടിച്ച്, അതായത് എങ്ങനെയെങ്കിലും ജയിക്കണം, ജയിച്ചൊരു ജോലി നേടിക്കണം, അല്ലെങ്കിൽ അവർ ആഗ്രഹിച്ച രീതിയിലേക്ക് എത്തണം എന്നൊക്കെ വിചാരിച്ചുകൊണ്ട് ചെറിയ രീതിയിലൊക്കെ കോപ്പി അടിക്കുന്ന ആളുകൾ, ആ കോപ്പി അടിക്കുന്ന അത്ര നല്ല കാര്യമാണ്, നല്ല ഞാൻ പറയുന്നത്. എന്നിരുന്നാൽ പോലും കൊലപാതകത്തിനേക്കാൾ നല്ലതല്ലേ ആ ഒരു കോപ്പി അടിച്ചുകൊണ്ട് അവരൊരു പരീക്ഷയ്ക്ക് ജയിക്കാനായിട്ട് ശ്രമിക്കുന്ന സമയത്ത് അവരുടെ കയ്യിൽ നിന്ന് ആ കോപ്പി പിടിക്കുന്നതിന് ശേഷം അവർക്കുണ്ടാകുന്ന ഒരു അവസ്ഥ എന്താ? 2 വർഷത്തേക്ക് അവരെ ഡീബാർ ചെയ്യും, അല്ലെങ്കിൽ 3 വർഷത്തേക്ക് ഡീബാർ ചെയ്യും, അതും അല്ലെങ്കിൽ 1 വർഷത്തേക്ക് ഡീബാർ ചെയ്യും. പിന്നീട് അവർക്ക് ആ ഒരു സമയത്തിന് ആ ഒരു കാലയളവിൽ അവർക്ക് പരീക്ഷ എഴുതാൻ സാധിക്കുകയില്ല. അതിനുശേഷം അവർക്ക് എഴുതാൻ സാധിക്കുള്ളൂ. നമുക്കറിയാം. അങ്ങനെയെങ്കിൽ കൊലപാതകം ചെയ്ത ആളുകൾക്ക് എന്താണ് വ്യത്യാസം? അതായത് കോപ്പി അടിക്കുന്നവരെ ഡീബാർ ചെയ്യുകയും കൊലപാതകം ചെയ്യുന്നവർക്ക് പോലീസിന്റെയും സർക്കാരിന്റെയും സംരക്ഷണയോടുകൂടി തന്നെ അവർക്ക് പരീക്ഷ എഴുതാം. അതായത് പോലീസ് പ്രൊട്ടക്ഷനിൽ പോയി പരീക്ഷ എഴുതാമെന്ന് നമുക്കറിയാം. ഷഹബാസ് എന്ന് പറയുന്ന കുഞ്ഞനുജനെ ക്രൂരമായി കൊന്ന കുറ്റവാളികൾ, തന്തയില്ലാത്തവന്മാർ, അവന്മാരെ ജുവനൈൽ ഹോമിലേക്ക് മാറ്റി പരീക്ഷ എഴുതിപ്പിക്കരുതെന്ന് പല ലെവലിൽ നിന്നുള്ള കാര്യങ്ങൾ റിക്വസ്റ്റ് ഉണ്ടായിട്ടും, അതായത് ഷഹബാസിന്റെ അച്ഛൻ പോലും പറഞ്ഞു, എന്റെ മകൻ എഴുതാൻ ആഗ്രഹിച്ചിരുന്ന പരീക്ഷ, അല്ലെങ്കിൽ എന്റെ മകൻ ഒരു വലിയൊരാളാവണമെന്ന് വിചാരിച്ചിരുന്നതാണ്, എന്റെ മകൻ ആ പരീക്ഷ എഴുതാൻ ആ സ്ഥലത്തില്ലല്ലോ. ഒരു ചെറിയ റിക്വസ്റ്റ് മാത്രമാണ് ആ ഒരു അച്ഛൻ നടത്തിയത്. അവരെ പരീക്ഷ എഴുതാൻ സമ്മതിക്കരുത്, കാരണം എന്റെ മകൻ എഴുതാത്ത പരീക്ഷ അവരെന്തിനാ എഴുതുന്നത്, എന്റെ മകനെ കൊന്നിട്ട് അവരെന്തിനാ എഴുതുന്നത്, അതാണ് അദ്ദേഹം ചോദിച്ചത്. അതുപോലും ചെയ്തു കൊടുക്കാൻ സാധിക്കാത്ത, നട്ടെല്ലില്ലാത്തൊരു സർക്കാരാണ് നമുക്കുള്ളതെന്ന് ഓർക്കണം. ഒരു വൃത്തികെട്ട ഭരണ സംവിധാനം. ആ പിള്ളേരെ കൊണ്ടുപോയി പ്രൊട്ടക്ഷൻ കൊടുത്തുകൊണ്ട്, ആ കുറ്റവാളികളെ പ്രൊട്ടക്ഷൻ കൊടുത്തുകൊണ്ട് പരീക്ഷാ കേന്ദ്രത്തിലേക്ക് കൊണ്ടുപോവുകയും അവിടെ ചെയ്യാൻ പറ്റില്ല, അവിടെ ചെയ്താൽ ചിലപ്പോൾ പ്രതിഷേധം ഉണ്ടാവുമെന്ന് പേടിച്ച് അവർക്ക് പറ്റിയൊരു സ്ഥലത്തേക്ക് അവരെ മാറ്റുകയും ചെയ്തു. എന്നാൽ അതിനെതിരെ നമ്മുടെ കുറെ സംഘടനകൾ മുന്നിലേക്ക് വന്നു, ഇവന്മാരെ എഴുതിപ്പിക്കത്തില്ല എന്നുള്ള രീതിയിൽ അവർ പ്രശ്നമായിട്ട് വന്നു. അത് പ്രതിഷേധം നടന്നുകൊണ്ടിരിക്കുകയാണ്. പിന്നീട് എന്താ എന്നുള്ളത് ഞാൻ കണ്ടില്ല. എന്നിരുന്നാൽ പോലും പരീക്ഷ എഴുതിക്കാനായിട്ട് സമ്മതിക്കരുത്. കാരണം ഇവന്മാർ ഓൾറെഡി ഒരു മനുഷ്യനെ എങ്ങനെ കൊല്ലാം എന്നുള്ളതിൽ അവന്മാർ വിജയിച്ചു കഴിഞ്ഞു. ഇനി അവന്മാർക്ക് എന്തിനാ പരീക്ഷ? ഇവന്മാരെന്തായാലും ക്രിമിനലുകളായിട്ട് വളരുള്ളൂ. ഒരിക്കലും ഇവന്മാർ നല്ല മക്കളായിട്ട് അല്ലെങ്കിൽ ഒരു കളക്ടറോ MLA ഒന്നും ആവാൻ ഇവന്മാർ പോവില്ല. ഇവന്മാർ കുറ്റവാളികൾ തന്നെയാണ്, ഗുണ്ടകൾ തന്നെയാണ്. ഗുണ്ടകളായിട്ട് വളരാൻ തന്നെ ആഗ്രഹിക്കുന്നത്. അവന്റെ അച്ഛൻ ഗുണ്ടയാണല്ലോ, അപ്പൊ പിന്നെ മോനും ഗുണ്ടയായിരിക്കുമല്ലോ. കുടുംബത്തിൽ നിന്ന് പഠിക്കുന്ന, ഞാൻ നേരത്തെ ഒരു വീഡിയോ ചെയ്തു, മാതാപിതാക്കളാണ് മക്കളെ വഴിതെറ്റിക്കുന്നത് ഞാൻ പറഞ്ഞു. അത് തന്നെയാണ് സത്യവും. നമുക്കറിയാം, മലയാള സിനിമ അല്ലെങ്കിൽ ഏതൊരു സിനിമാ ലോകവും ഈ പറയുന്ന നമ്മളെ ചെറിയ ആളുകൾ അല്ലെങ്കിൽ നമ്മളിലേക്കൊക്കെ എത്രത്തോളം കടന്നു കൂടിയിട്ടുണ്ട്, അല്ലെങ്കിൽ അതിന്റെ ഒരു സിനിമയിലെ ഓരോ രംഗങ്ങളും അത് നമ്മളേക്ക് എത്രത്തോളം ഇൻഫ്ലുവൻസ് ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ടെന്നുള്ളത് നമുക്ക് ഒരുപാട് കാര്യങ്ങൾ കൂടെ അറിയാം. നമ്മൾ തന്നെ അനുകരിക്കാറ്. ഇപ്പൊ മാർക്കോ സിനിമ ഇറങ്ങിയതിന് ശേഷം മാർക്കോയുടെ അതേപോലെ മുടി വെട്ടാൻ തുടങ്ങി. ഞാനും അതേപോലെ വെട്ടി, ഇപ്പൊ വളർന്നതാണ്. അപ്പം അതൊക്കെ ചെറിയ കാര്യമാണ്. മുടി വെട്ടുക എന്നുള്ള ചെറിയ കാര്യം, അവര് ധരിക്കുന്ന വസ്ത്രം അത് ധരിക്കുക എന്നുള്ളത് ചെറിയ കാര്യം. അവര് ചെയ്യുന്ന പോലെ കൊല്ലാൻ തുടങ്ങിയാലോ? അപ്പം നമ്മുടെ മലയാളത്തിന്റെ സ്വന്തം മോഹൻലാൽ, വേറെ ആരെയും ഞാൻ കണ്ടില്ല. നമുക്കറിയാം, മലയാള സിനിമയിലോ അല്ലെങ്കിൽ ലോകത്തുള്ള ഏത് സിനിമയായിക്കോട്ടെ, ഒരു സിനിമയുടെ ആ ഒരു ദൃശ്യാവിഷ്കാരത്തിന് വേണ്ടിയിട്ട്, ആ ഒരു കഥാപാത്രത്തിന് വേണ്ടിയിട്ട് അവർ പല രീതിയിലുള്ള കാര്യങ്ങൾ ചെയ്യാറുണ്ട്. ഡാൻസ് ആയിക്കോട്ടെ, പാട്ടായിക്കോട്ടെ, ഇനി അവർ മദ്യപിക്കുന്ന ആയിക്കോട്ടെ, അതിനുശേഷമുള്ള കൊലപാതകങ്ങളായിക്കോട്ടെ, റിവെഞ്ച് ആയിക്കോട്ടെ, എന്തും ആയിക്കോട്ടെ, ഇതിങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ചെയ്യുന്നതിന്റെ കൂട്ടത്തിൽ നമ്മുടെ ഒരുപാട് നടന്മാർ, നമുക്കറിയാം മോഹൻലാൽ, മമ്മൂട്ടി, ഒരുപാട് നടന്മാരെല്ലാം ഇതിനകത്തുള്ള. അപ്പൊ കഥാപാത്രത്തിന്റെ പൂർണ്ണതയ്ക്ക് വേണ്ടി നമുക്കറിയാം ഒരുപാട് സിനിമകൾ അങ്ങനെയുണ്ട്. അപ്പൊ ഈ സിനിമകളൊക്കെയും നമ്മളെ നെഗറ്റീവ്ലിയും പോസിറ്റീവ്ലിയും അഫക്ട് ചെയ്യാറുണ്ട്. അപ്പോൾ അതിലെ കഥാപാത്രങ്ങൾ തന്നെയാണ് ഒരു പക്ഷേ മറ്റുള്ളവർ റോൾ മോഡലാക്കാൻ ശ്രമിക്കുന്നത്. കുട്ടികൾ റോൾ മോഡലാക്കുന്ന ആരെയാ? സിനിമാടന്മാരല്ല, അവരുടെ മുകളിൽ നിൽക്കുന്ന വലിയൊരു ഫേമസ് ആയിട്ടുള്ള ഒരാളിനെ. അപ്പൊ അത്തരത്തില് നമുക്കറിയാം നമ്മുടെ ലാലേട്ടൻ, മലയാളത്തിന്റെ സ്വന്തം ലാലേട്ടൻ, അദ്ദേഹം ഒരു സിനിമയിൽ പറയണ്ടായി, നാർക്കോട്ടിക്സ് ഈസ് എ ഡെർട്ടി ബിസിനസ്. അതേ കാര്യം തന്നെ അദ്ദേഹം പറഞ്ഞുകൊണ്ടൊരു ലഹരിക്കെതിരായിട്ടുള്ള സന്ദേശം നമ്മുടെ ഏഷ്യാനെറ്റ് ന്യൂസിൽ പങ്കിട്ട ഒരു വീഡിയോ ആണ് ഞാൻ ഇവിടെ പ്ലേ ചെയ്യുന്നത്. ഒന്ന് കണ്ടുനോക്കാം. ദൈവത്തിന്റെ സ്വന്തം നാട് എന്നാണ് നമ്മുടെ കേരളത്തെ വിളിക്കാറ്. പക്ഷെ ഇപ്പോൾ നമ്മുടെ നാട്ടിൽ നിന്ന് കേൾക്കുന്ന വാർത്തകൾ ഞെട്ടിക്കുന്നതാണ്. അച്ഛനെയും അമ്മയെയും സഹോദരരെയും കൊല്ലുന്ന മക്കൾ, അധ്യാപകരെ ഭീഷണിപ്പെടുത്തുന്ന വിദ്യാർത്ഥികൾ, കൂട്ടക്കൊലകൾ, സുഹൃത്തുക്കൾ തമ്മിൽ നിസ്സാര കാര്യങ്ങളിൽ വരെ ഉണ്ടാകുന്ന തർക്കങ്ങൾ വലിയ അക്രമമാകുന്നു. ലഹരി, സോഷ്യൽ മീഡിയ അടക്കം പല ഘടകങ്ങളാണ് ആളുകളെ ഇങ്ങനെ അതിക്രമങ്ങളിലേക്ക് നയിക്കുന്നത് എന്നാണ് പല വിദഗ്ധരും പറയുന്നത്. എന്തായാലും ആളുകളുടെ സ്വഭാവത്തിൽ മാറ്റമുണ്ട്. ഈ ദുസ്ഥിതി മാറിയേ പറ്റൂ. ജീവിതമാകണം ലഹരി. ഞാൻ പണ്ടേ പറഞ്ഞിട്ടുണ്ട്, നർക്കോട്ടിക്സ് ഇസ് എ ഡേർട്ടി ബിസിനസ്. കയ്യടി നേടാനുള്ള സിനിമാ വാചകത്തിനും അപ്പുറം അതിന് ഇപ്പോഴും പ്രാധാന്യമുണ്ട്. പ്രശ്നങ്ങൾ തുറന്ന് സംസാരിക്കണം, ബന്ധങ്ങൾക്ക് വലിയ വില നൽകണം. ജീവിതത്തിൽ പ്രതിസന്ധി ഇല്ലാത്ത ആരുമുണ്ടാകില്ല. അക്രമമല്ല ഒന്നിൻ്റെയും പരിഹാരം. അതുകൊണ്ട് എന്ത് പ്രതിസന്ധിയിലും കൈ ചേർത്ത് പിടിച്ചു പോകുന്ന മലയാളിയുടെ ആ മഹത് ശീലം നമുക്ക് തുടരാം. കണ്ടില്ലേ, മോഹൻലാൽ മാത്രമാണെന്നാണ് എനിക്ക് തോന്നുന്നത് ഈ ഒരു വീഡിയോ ചെയ്തിരിക്കുന്നത്, ഈ ലഹരിക്കെതിരായിട്ടുള്ള വീഡിയോ.
ഇത്രയും ആളുകൾ ചെയ്തിട്ടും നമുക്കൊരാളുണ്ട് കേരളത്തിനൊരു മെയിനായിട്ട് ഒരാളുണ്ട്, നമ്മുടെ മുഖ്യമന്ത്രിയുടെ ഒരു പത്രസമ്മേളനം പോലും ഞാൻ കണ്ടില്ല ലഹരിക്കെതിരായിട്ടുള്ളത്. ഇനി അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങളൊന്ന് കമന്റ് ആയിട്ട് അറിയിക്കണം. ഞാൻ ഇതുവരെ കണ്ടില്ല. ഈ ലാലേട്ടനെ പോലെയുള്ള ആളുകൾ ഇങ്ങനെ ഇവർ ചെയ്യുന്ന സമയത്ത് അവരെ കണ്ട് ഒരു പക്ഷെ എന്തായാലും കൈവിട്ടു പോയി, എന്നിരുന്നാൽ പോലും അവരെ റോൾ മോഡൽ ആക്കിക്കൊണ്ട് അവർ ചെയ്യുന്ന രീതിയിൽ ചെയ്യാൻ ശ്രമിക്കുന്ന കുട്ടികളാണ് നമുക്കുള്ളത്. അപ്പോൾ അതിന് ഒരു പരിധി വരെ തടയിടാൻ ഈ പറയുന്ന നടന്മാർ വിചാരിച്ചാൽ എന്തായാലും സാധിക്കും. അപ്പോൾ എല്ലാവരും ഈ രീതിയിലേക്ക് മുന്നോട്ട് വരണമെന്നാണ് ഞാൻ അഭ്യർത്ഥിക്കുന്നത്. ഇനി നമുക്ക് ആ പരീക്ഷ എഴുതാൻ പോയ ആ സമയത്തുള്ള ഒരു പ്രശ്നം കൂടിയുണ്ട്. അതിന്റെ വീഡിയോ കൂടി ഞാൻ ഈ സൈഡിലൊന്ന് പ്ലേ ചെയ്യാം. പ്രതിഷേധത്തിന്റെ ഒരു വീഡിയോ ആണ്, അതുകൊണ്ട് എന്തായാലും പ്ലേ ചെയ്യാം. ഉള്ള പ്രതിഷേധമാണ്. അതിലേക്ക് ദൃശ്യങ്ങളിലേക്ക് വേഗം. ഷഹബാസിനെ വധിച്ച കേസിൽ പ്രതികളായ 5 പേർ SSLC പരീക്ഷ എഴുതാൻ അനുമതി നൽകിയതിൽ പ്രതിഷേധിച്ച് രാവിലെ യൂത്ത് കോൺഗ്രസിന്റെയും KSUവിന്റെയും പ്രതിഷേധം കണ്ടു. അവരെ പോലീസ് അറസ്റ്റ് ചെയ്തേക്കും. പക്ഷേ ഇപ്പോൾ MSFന്റെ വലിയ സംഘമാണ്, പോലീസിന്റെയും വലിയ സംഘം വെള്ളിമാടുകുന്നിലെ നമ്മുടെ ഷഹബാസിന്റെ അച്ഛന്റെ ഇന്നത്തെ ഒരു പത്രപ്രസ്താവന ഞാനൊന്ന് കണ്ടു. അത് ഞാൻ എന്തായാലും ഇവിടെ നിന്ന് പ്ലേ ചെയ്യാം. അതിന് മുൻപായിട്ട് തന്നെ നമുക്കറിയാം, പൂക്കോട് വെറ്റിനറി ഹോസ്പിറ്റലിൽ നമ്മുടെ സിദ്ധാർത്ഥ് എന്ന് പറയുന്ന പയ്യൻ മരിച്ചിട്ടുണ്ടെങ്കിൽ 1 വർഷം കഴിഞ്ഞിരിക്കുകയാണ്. 1 വർഷത്തിൽ കൂടുതലായി. അപ്പോൾ ഇതുവരെയും അത് ചെയ്ത പ്രതികളെ വേണ്ട രീതിയിൽ കൈകാര്യം ചെയ്യാൻ സാധിക്കാത്ത നമ്മുടെ ഒരു നാട്ടിലെ നിയമ സംവിധാന വ്യവസ്ഥ, അവന്മാർക്കും പരീക്ഷ എഴുതാനുള്ള സംവിധാനം നമ്മുടെ സർക്കാർ ഒരുക്കി കൊടുത്തു. അതേപോലെ കോട്ടയത്തുണ്ടായ റാഗിങ്, അതും നമുക്കറിയാം. അവന്മാർക്ക് വേണ്ടുന്ന സപ്പോർട്ടും നമ്മുടെ സർക്കാരിന്റെ സൈഡിൽ നിന്നുണ്ടായി. ഇനി അതിനുശേഷം വന്നിരിക്കുന്നതാണ് നമ്മുടെ ഈ പറയുന്ന താമരശ്ശേരി എന്ന് പറയുന്ന സ്ഥലത്തെ ഈ വിഷയം. അവിടെയും സർക്കാരിന്റെ ഒരു വലിയ രീതിയിലുള്ള സപ്പോർട്ട് നമ്മൾ കാണാനിടയുണ്ടായി. ഇനി നമുക്ക് അദ്ദേഹത്തിന്റെ അച്ഛന്റെ വാക്കുകളിലേക്ക് പോകാം. ഈ പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ, നമ്മുടെ സർക്കാരിന്റെ ഈ പറയുന്ന നീതിന്യായ വ്യവസ്ഥയിൽ നിന്നുകൊണ്ടുള്ള ഒരു അപ്രോച്ച് ആണോ എന്നുള്ളത് നമ്മൾ ആദ്യം ചിന്തിക്കേണ്ടതായിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഇത്തരം തെറ്റുകൾ ചെയ്യുന്നവരെ സർക്കാർ ഏത് രീതിയിൽ ട്രീറ്റ് ചെയ്യുന്നു, തുല്യനീതി എന്ന് പറയുന്ന സർക്കാരാണ് നമുക്കുള്ളത്. ആ ഒരു സർക്കാർ ഏത് രീതിയിൽ കുറ്റവാളികളെയും കുറ്റം ചെയ്യാത്തവരെയും ട്രീറ്റ് ചെയ്യുന്നു, അല്ലെങ്കിൽ പാർട്ടിക്കാരെയും പാർട്ടിയിൽ ഇല്ലാത്ത ആളുകളെയും ട്രീറ്റ് ചെയ്യുന്നു എന്നുള്ളത് നമുക്കൊന്ന് ആലോചിക്കേണ്ടതായിട്ടുണ്ട്. അപ്പൊ അച്ഛന്റെ വാക്കുകളൊന്ന് കേട്ടു നോക്കാം. പോകാനുള്ള എന്തായാലും പോയി തിരിച്ചു കിട്ടില്ല. എന്നാലും മറ്റൊരു രക്ഷിതാവിന് ഈ ഒരു അവസ്ഥ വരരുത് എന്നാണ് എനിക്ക് ഈ സമയത്ത് പറയുന്നത്. തീർച്ചയായിട്ടും വരുന്ന ഓരോ ദിവസങ്ങളിൽ വരുന്ന ന്യൂസുകളിൽ പല കൊട്ടേഷൻ സംഘവുമായിട്ട് പിതാവിന് ബന്ധമുണ്ട്, മറ്റുള്ളവർക്ക് ബന്ധമുണ്ട്, ഇതിന്റെ പിന്നിൽ ആളുകളുണ്ടെന്ന് തെളിഞ്ഞു വരുന്നു. പക്ഷെ ഇതിനൊന്നും തടയിടാൻ ഗവൺമെന്റിന് കഴിയുന്നില്ല. സ്വാധീനം ചെലുത്തി ഊരിപ്പോരുന്നു. അതൊന്നും പറയാനോ ആക്കാനോ ആരും കേൾക്കാനോ കഴിയുന്നില്ല. അവനെ പറഞ്ഞിട്ട് കാര്യം, അവനവൻ്റെ ജീവിത പ്രശ്നമായിട്ട് ഓടുന്ന പ്രശ്നത്തിൽ ഇതൊന്നും ആർക്കും ഉൾക്കൊള്ളാൻ കഴിയില്ല. ഇങ്ങനത്തെ ഓരോരോ വലിയ വിഷയങ്ങൾ വരുന്ന നേരം കുറഞ്ഞ ദിവസം 2-3 ദിവസം കഴിഞ്ഞു. പക്ഷെ പോയത് നമ്മൾക്ക് എന്നും ഒരു മുറിവ്. അതുകൊണ്ട് നീതിപീഠത്തിലും ഗവൺമെന്റിലും ഉറച്ച വിശ്വാസമുള്ളത് കൊണ്ട് ഇനി തക്ക ശിക്ഷ കൊടുത്ത് നിയമത്തിന്റെ മുന്നിൽ കൊണ്ടുവന്ന് ഇവരെ ശിക്ഷിക്കണമെന്നാണ് എനിക്ക് പറയാനുള്ളത്. പ്രതികളുടെ ബന്ധുക്കൾ സ്വാധീനമുള്ള ആളുകളാണ്. തീർച്ചയായിട്ടും സ്വാധീനമുള്ള. ഇന്നലെ റെയ്ഡിന് പോയ സമയത്തും അവിടെ വീടുകളിൽ കയറി ന്യൂസ് ചെയ്യാൻ സമയത്ത് അവർ ആക്രോശിച്ച് എടുക്കാൻ കഴിയില്ല എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ഇതിന്റെ പിന്നിലൊക്കെ വൻ നിഗൂഢതകൾ കാണുന്നുണ്ട്. അതുകൊണ്ട് തീർച്ചയായും ഇത് അന്വേഷിച്ച് പുറത്തു കൊണ്ടുവരണം. ഒരു കുട്ടിയുടെ പിതാവ് TP ചന്ദ്രശേഖരൻ വധക്കേസ് പ്രതിയുടെ കൂടെ നിൽക്കുന്ന ഫോട്ടോയും വന്നിട്ടുണ്ട്. സ്വാധീനം എന്ന് പറഞ്ഞത് അതെ, അതുകൊണ്ട് തന്നെയാണല്ലോ ഇപ്പോൾ രാഷ്ട്രീയം ഉണ്ടെങ്കിൽ ഞാനൊരു പാർട്ടിയിലാണെങ്കിൽ ഇത് രാഷ്ട്രീയ ഭേദമന്യേ ഇത് ഉണർന്ന് പ്രവർത്തിക്കേണ്ട സമയമാണ്. ഇത് കൊച്ചുകുട്ടികളിൽ വന്ന് അതിൻ്റെയും ഇപ്പോൾ 15 വയസ്സായി. എനിക്ക് പറയുകയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ നിയമം പൊളിച്ച 15 വയസ്സ് എന്നുള്ളതാക്കണം പ്രായം. അത് ഇപ്പോൾ 18 വയസ്സാണ് പറയുന്നത്. 15 വയസ്സായി കഴിഞ്ഞാൽ കുറ്റകൃത്യം ചെയ്ത് കഴിഞ്ഞാൽ മേജർ കുറ്റമായിരിക്കണം. അതാണ് ജുഡീഷ്യറി ചെയ്യേണ്ടത്. അതല്ലാതെ ഇനി ഇവർ ഇപ്പോൾ 10ാം ക്ലാസ് പഠിക്കുന്ന കുട്ടിക്ക് ഇത്ര പക്വത ഉണ്ടെങ്കിൽ 15 വയസ്സാകുമ്പോഴേക്ക് എന്ത് ഓരോ ചെയ്യും ഇവിടെ രംഗത്ത് മനുഷ്യന്മാർക്ക് അല്ലെ പൊതുജനങ്ങൾക്ക് സമൂഹത്തിൻ്റെ മുന്നിൽ ഇറങ്ങി ചെല്ലാൻ കഴിയില്ല. ഭീഷണി സ്വരത്തിലാണ് വരുന്നത്. കാണൂല, തട്ടിക്കളയാം. സാധാരണ ഇതൊന്നും ഒരു സ്ഥലത്തും അംഗീകരിക്കാൻ പറ്റാത്ത, ഇത് ശരിക്ക് ജനങ്ങൾ പ്രതികരിച്ച് കണ്ടില്ലേ. ഷഹബാസിന്റെ അച്ഛൻ പറഞ്ഞ എന്ത് കൃത്യമായ വാക്കുകളാണ്. നമ്മുടെ ഈ പറയുന്ന നമ്മുടെ നിയമം വ്യവസ്ഥയൊന്ന് മാറ്റി എഴുതേണ്ട സമയം അതിക്രമിച്ചിരിക്കുകയാണ്. 15 വയസ്സിന് താഴെയുള്ളവർ എന്ത് ചെയ്താലും, അല്ലെങ്കിൽ 18 വയസ്സിന് താഴെയുള്ളവർ എന്ത് ചെയ്താലും കുഴപ്പമൊന്നുമില്ല എന്ന് തന്തയും തള്ളയും പറഞ്ഞു കൊടുത്തതിന്റെ ഫലമായിട്ടായിരിക്കണം ഈ തന്തയില്ലാത്തവന്മാർ ഈ പരിപാടി ചെയ്തത്. അതുകൊണ്ട് തന്നെ തന്തയുടെ തള്ളയുടെ സപ്പോർട്ട് ഇതിനൊപ്പം ഉണ്ട്. അവരെ ഞാൻ ആ രീതിയിൽ വിളിക്കുന്നത് അങ്ങനെ വിളിക്കേണ്ടവരായതുകൊണ്ട് മാത്രം, അതിനപ്പുറത്തേക്ക് വിളിക്കാം. പക്ഷെ ഈ രീതിയിലെങ്കിലും വിളിച്ചില്ലെങ്കിൽ ശരിയാവില്ല.
തെറി വിളിക്കാൻ എനിക്ക് വയ്യ, അതുകൊണ്ടാണ്. അപ്പൊ ഇങ്ങനെയുള്ളവന്മാര് കുപ്രസിദ്ധ ഗുണ്ടയാണ് ഇവന്റെ അച്ഛനെന്നാണ് പറയുന്നത്. അതായത് ഷഹബാസിനെ കൊന്ന കുറ്റവാളികളുടെ അച്ഛന്മാരിൽ ഒരാൾ കുപ്രസിദ്ധ ഗുണ്ടയാണെന്നാണ് പറയപ്പെടുന്നത്. അവൻ പോലും ഇതിന് സപ്പോർട്ട് ചെയ്തുകൊണ്ട്, അല്ലെങ്കിൽ ഈ പറയുന്ന കുടുംബത്തിന്റെ മാധ്യമങ്ങൾ കയറി ചെന്ന് വീഡിയോ എടുക്കാൻ പറ്റില്ല എന്ന് പറയുന്നുണ്ടെങ്കിൽ സർക്കാരിന്റെ സൈഡിൽ നിന്നുള്ള സപ്പോർട്ട് നമുക്ക് ചിന്തിക്കാം. അല്ലെങ്കിൽ അവന് മുന്തി ഏതോ ഒരു പ്രസ്ഥാനത്തിൽ നിന്നുള്ള സപ്പോർട്ട് ഉണ്ട്, അത് ഏതാണെന്ന് നമുക്കറിയില്ല. എന്തായാലും മറന്നേക്ക് സത്യം പുറത്തു വരട്ടെ. ഈ കുറ്റവാളികൾക്ക് വേണ്ട ശിക്ഷ, തക്കതായ ശിക്ഷ കിട്ടണം. നാട്ടുകാരെ കിട്ടി തല്ലി കൊന്നുകളണം, ബോംബെറിഞ്ഞ് തീർത്തേക്കണം. ഇവന്മാരെ ജീവിക്കാൻ അനുവദിക്കരുത്. എന്താണ് ഈ ഒരു പരീക്ഷ എഴുതാനായിട്ട് ഇത്ര സപ്പോർട്ട് കൊടുക്കുമ്പോൾ അവന്മാരെന്താ വിചാരിക്കുക, ഞങ്ങൾ വലിയൊരു കിങ് ആണ്, ഇനി ഞങ്ങളെ പേടിപ്പിക്കാൻ ആരുമില്ല. വലുതാകുമ്പോഴേ ഈ ചിന്തയിൽ അവന്മാർ മനസ്സിലുണ്ടാവും. ഒരു ഡീബാർ, കോപ്പിടിച്ച ഡീബാർ എന്നൊരു സംവിധാനമുള്ള ഈ നാട്ടില് കൊലക്കുറ്റം ചെയ്താൽ പോലീസിന്റെ സർക്കാരിന്റെ സപ്പോർട്ട്, പിന്നെ എങ്ങനെ കൊലക്കുറ്റം ചെയ്യാതിരിക്കും? ഈ രീതിയിലുള്ള സർക്കാരിന്റെ സമീപനമാണല്ലോ ഈ കാര്യങ്ങൾ നമ്മൾ കണ്ടുവരുന്നത്.